രാവിലെ മുതലേ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ ഞാനും ഇപ്പം കൂടി തൃശ്ശൂർ ജൂബിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളാഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ബസ് കയറുന്നതിന്റെ മുന്നേ തുടങ്ങിയ മഴയായിരുന്നു. തൃശ്ശൂർ എത്തണ വരെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാൻഡിലെത്തി ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ജൂബിലി പോയി. ജൂബിലിയിൽ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ടോക്കൺ എടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ചായ കുടിച്ച് ഞങ്ങൾ സമയം നോക്കിയപ്പോൾ നേരെ 8 മണിയായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ പുറത്തിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ ഞങ്ങൾ അകത്തേക്ക് കയറി. ആ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചായ കുടിച്ചു. ഇപ്പം ആദ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചായക്ക് വെച്ചാൽ ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ, അടിപൊളി കേട്ടോ. അങ്ങനെ 1 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് ഇറങ്ങി. ഇപ്പാനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡ് കഴിക്കാനേ താല്പര്യമില്ല. ഇപ്പാക്കാണെങ്കിലും ഇക്കാണെങ്കിലും കേട്ടോ. ഞാൻ 2 പൊറോട്ട കഴിച്ചത്. അവിടുത്തെ ചോറ് ശരിയല്ല എന്നല്ല, ഇഷ്ടമല്ല. അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇപ്പാക്ക് ഷുഗർ കുറഞ്ഞിട്ട് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റണില്ല. അപ്പോൾ എളുപ്പം ഞങ്ങൾ അവിടുന്ന് തന്നെ കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പിന്നെ നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടുന്ന് നേരെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഞങ്ങൾ KSRTC ബസ് കയറി കേട്ടോ. ഞാൻ എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ KSRTC ബസ് കയറിയിട്ടില്ല കേട്ടോ. എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു KSRTC ബസ് കയറുമ്പോൾ കേട്ടോ. ഞാനിപ്പോൾ എന്നോട് നിർബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് KSRTC ബസ് കയറാമെന്നുള്ളത് കേട്ടോ. ബസ്സിൽ കയറുന്ന സമയത്തൊന്നും വലിയ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നിന്ന് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ ബസ്സിൽ കയറുന്ന സമയത്ത് അടിപൊളിയായിട്ട് സുഖമായിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി. എന്നാലും ചെറുതായിട്ട് ചാറ്റലൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കയറിയിരുന്നു. പിന്നെ സമാധാനത്തിൽ യാത്ര ചെയ്യാച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ, വലിയ ബസ്സാണ്, എന്തെങ്കിലും പറ്റുമോ, സ്പീഡിൽ പോണ ബസ്സല്ലേ, അങ്ങനെയൊക്കെയുള്ള ഓരോ തോട്ടുകൾ എൻ്റെ മനസ്സിലിങ്ങനെ വരും കേട്ടോ. എന്നെ കണ്ടാൽ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര കത്തലായിരുന്നു കേട്ടോ. ഒന്നും പറ്റാതെ വീട്ടിൽ തന്നെ തിരിച്ചെത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത്രയ്ക്ക് പേടിയായിട്ട്. പിന്നെ മഴയൊക്കെ തോന്നുന്നു, നല്ല ചെറുതായിട്ട് ഇങ്ങനെ വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും അല്ല രസം, KSRTC ബസ് നിർത്തിയിട്ടിട്ട് ഡ്രൈവർമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണത്. കാരണം എനിക്ക് ആകെ ഒരു ഞെട്ടലിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ. ഞങ്ങൾ പിന്നെ വളാഞ്ചേരിയിട്ടിപ്പോൾ എന്താ മഴ വെച്ചാൽ അതിഗംഭീര മഴ, ഇറങ്ങാനും നടക്കാനും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി പോയിട്ട് പപ്സ് വാങ്ങി. പിന്നെ പൊട്ടിയപ്പം എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ വലിയൊന്ന് എത്തി. ഇപ്പം ഗുളിക വാങ്ങാൻ വേണ്ടി പോയി. ഞാനവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറേ നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.